ശ്രീ കാരായി രാജൻ, ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായ പഴയ മലബാറിൻ്റെ ഒരു ക്യാപിറ്റലായിരുന്നു തലശ്ശേരി. പൈതൃക നഗരമായ തലശ്ശേരിയിൽ ജനറൽ ആശുപത്രി പ്രതിദിനം ആയിരക്കണക്കിന് സാധാരണക്കാരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണിപ്പോൾ. കണ്ണൂർ ജില്ലയിലെ മാത്രമല്ല, പരിസര ജില്ലയിലെ കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര പ്രദേശങ്ങളിൽ ഉള്ളവരടക്കം ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയാണ് തലശ്ശേരി ആശുപത്രി. വളരെ പഴക്കമേറിയ ഈ കെട്ടിടം പുരാവസ്തു വകുപ്പിൻ്റെയും മറ്റും തടസ്സമുള്ളതിനാൽ അവിടെ വലിയ ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കടലും മറ്റൊരു ഭാഗത്ത് ചരിത്രപ്രസിദ്ധമായ കോട്ടയും സ്ഥിതി ചെയ്യുന്നതിനാൽ നിലവിലെ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും കെട്ടിടം വിപുലീകരിക്കുന്നതിനും വിവിധ സാങ്കേതികവും ഭരണപരവുമായ പരിമിതികൾ നേരിടേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ ആശുപത്രി കൂടുതൽ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള തീരുമാനമെടുക്കുകയും തലശ്ശേരി നഗരസഭ കണ്ടിക്കൽ പ്രദേശത്ത് ആശുപത്രി മാറ്റിസ്ഥാപിക്കുന്നതിന് സ്ഥലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കഴിഞ്ഞ സർക്കാർ 10 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 185 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് PWD തയ്യാറാക്കി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മുഖാന്തരം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് വളരെ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൽ പഴശ്ശിയുദ്ധകാലത്ത് പരിക്കേറ്റവരെ ചികിത്സിച്ച് തുടങ്ങിയിട്ടുള്ള ഈ ആശുപത്രി വളരെയേറെ പ്രതിസന്ധിയാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സ്റ്റേറ്റിന് തന്നെ മറുപടി പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ ഇതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി. സർ, പ്രതിദിനം ആയിരക്കണക്കിന് രോഗികൾ OP ആയും നൂറുകണക്കിന് രോഗികൾ കിടത്തി ചികിത്സയ്ക്കായും ആശ്രയിക്കുന്ന തലശ്ശേരി ജനറൽ ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയം കാലപ്പഴക്കം മൂലം ശോച്യാവസ്ഥയിലാണ്. തലശ്ശേരി ജനറൽ ആശുപത്രി മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2023-24 സാമ്പത്തിക വർഷം 10 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. അതിൽ നിന്നും 5.70 കോടി ചെലവഴിച്ച് ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം പണി പൂർത്തീകരിക്കുകയുണ്ടായി. ശേഷിക്കുന്ന 4.30 കോടി രൂപ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ, പൊതുമരാമത്ത്, കിഡ്കോ, ഊളാരുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതർ എന്നിവരുമായി യോഗം ചേരുകയും പുതിയ ജനറൽ ആശുപത്രിയെയും നിർമ്മാണം പുരോഗമിക്കുന്ന തലശ്ശേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയെയും ബന്ധിപ്പിക്കുന്ന കണ്ടിക്കൽ കുട്ടിമാക്കൂൾ റോഡ്, പാലം എന്നിവ നിർമ്മിക്കുന്നതിനുള്ള റോഡ് മാപ്പും സാങ്കേതിക നിർദ്ദേശങ്ങളും തലശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കാൻ പൊതുമരാമത്തിനെ ചുമതലപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പ് മണ്ണ് പരിശോധന പൂർത്തീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്ചറൽ ഡിസൈനും 184.30 കോടി രൂപയുടെ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റും പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രസ്തുത പ്ലാൻ പ്രകാരം ഗ്രൗണ്ട് 7 നിലയോടുകൂടിയ 35,270 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ആധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സമുച്ചയമാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. കിഫ്ബി പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ നബാർഡ് UIDF സ്കീമുകൾക്ക് കീഴിൽ പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ച് പുതുക്കിയ പ്രപ്പോസൽ ലഭ്യമാവുന്ന മുറയ്ക്ക് ആയത് പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്.